ജൂലൈ 27 വിശുദ്ധ പന്താലയോൻ രക്തസാക്ഷി. ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ മകനായാണ് പന്താലയോൻ്റെ ജനനം. എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു പന്താലയോൻ. അവൻ ഡോക്ടറേറ്റ് നേടി വലേരിയൂസ് മാക്സിമിയാനുസ് ചക്രവർത്തിയുടെ പ്രധാനപ്പെട്ട ഭിഷഗ്വരന്മാരിൽ ഒരാളായി തീർന്നു. കൊട്ടാരത്തിലെ വിഗ്രഹാരാധനാസക്തിയെപ്പറ്റി കേട്ട് പന്താലയോൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ് തീഷ്ണമതിയായ ഹെർമാലോവൂസ് എന്ന ഒരു വൃദ്ധപുരോഹിതൻ പന്താലയോനെ തൻ്റെ കുറ്റം ഗ്രഹിപ്പിക്കുകയും തിരുസഭയുടെ മടിയിലേക്ക് അയാളെ വീണ്ടും ആനയിക്കുകയും ചെയ്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളത്. ഭൗമികരായവർ ഈ ഭൂമിയിൽ സന്തോഷത്തിന് വേണ്ടി മാത്രം പലപ്പോഴും ജീവിക്കുന്നു. അവർ തങ്ങളുടെ സുഖസൗകര്യങ്ങളെല്ലാം തങ്ങളുടെ മാത്രം കഴിവായി കാണുന്നു, ദൈവത്തെ വിസ്മരിക്കുന്നു. പതിയെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചാണ് അപ്രകാരമുള്ള തിന്മയിലേക്ക് ആളുകൾ നടന്നെടുക്കുന്നത്. പന്താലയോൻ രക്തസാക്ഷിത്വം കൊണ്ട് തൻ്റെ കുറ്റത്തിന് പരിഹാരം ചെയ്യുവാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് നിക്കോമദേയയിൽ 303 ഡയോക്ലീഷ്യൻ്റെ മതപീഡനം ആരംഭിച്ചത്. തൻ്റെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. അധികം താമസിയാതെ അദ്ദേഹത്തിനെ മതപീഡകർ ബന്ധനത്തിലാക്കി. കൂട്ടത്തിൽ ഹെർമാലാവൂസും ഹെർമിപ്പൂസും ഹെർമോക്രാറ്റസും ബന്ധനസ്ഥരായി. കൂട്ടുകാരുടെ ശിരച്ഛേദത്തിന് ശേഷം പന്താലയോനെ അവർ പിടിച്ചു. കാട്ടുചെന്നായ്ക്കളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. എന്നാൽ അവ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല. പിന്നീട് വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചു. വെള്ളത്തിന് അതിൻ്റെ ഭാവം പോലും നഷ്ടപ്പെട്ടു. പിന്നീട് പീഡനയന്ത്രത്തിൽ കൊല്ലുവാൻ ശ്രമിച്ചു. അങ്ങനെ 6 വ്യത്യസ്ത രീതികളിൽ പരാജയപ്പെട്ടപ്പോൾ അവർ അദ്ദേഹത്തെയും ഗളച്ഛേദം ചെയ്തു. വിശുദ്ധ ലൂക്കായെപ്പോലെ വിശുദ്ധ പന്താലയോനും ഭിഷഗ്വരന്മാരുടെ മധ്യസ്ഥനാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ സ്വർഗീയ മധ്യസ്ഥനാണ്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസ സംബന്ധമായ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ വിശുദ്ധ പന്താലയോൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. വചനം ഗലാത്തിയ 3-ാം അധ്യായം 26-ാം വാക്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. വിചിന്തനം: വിശുദ്ധരോടുകൂടെ നിങ്ങളും വിശുദ്ധരായിരിക്കും, ദുർജനങ്ങളോടുകൂടെ നിങ്ങൾ ദുർജനങ്ങളുമാകും. പന്താലയോൻ്റെ മതത്യാഗവും മാനസാന്തരവും നമുക്ക് പാഠമായിരിക്കട്ടെ.